ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന ടോപ്പിക്കാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ 3 ഓപ്ഷൻ ആണുള്ളത്: റെസിഡന്റ്, ഡീംഡ് റെസിഡന്റ്, നോൺ റെസിഡന്റ്. റെസിഡന്റ്, ഡീംഡ് റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരാൾ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പെർമനന്റ് അല്ല. ഇപ്പൊ ഈ വർഷം മുഴുവനായിട്ടും ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും. അതേസമയം അടുത്ത വർഷം ഞാൻ ഇവിടെ ഇരുന്നിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറാൻ സാധ്യതയുണ്ട്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രീവിയസ് ഇയറിലും കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ബേസിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ മെയിൻ കണ്ടീഷൻസ് ആണ്. അത് 2 ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലാണ് നോർമലി നമ്മൾ റെസിഡന്റ് ആവുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ നോൺ റെസിഡന്റ് ആവും. എന്തൊക്കെയാണ് ബേസിക് കണ്ടീഷൻ? പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഓറാണ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിന് മുന്നേയുള്ള 4 പ്രീവിയസ് ഇയേഴ്സിൽ 365 ഡേയ്സും ഇന്ത്യയിൽ ഉണ്ടാവണം. ഓക്കെ. പിന്നെ അഡീഷണൽ കണ്ടീഷൻസ് പറഞ്ഞു. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ആദ്യം ബേസിക് കണ്ടീഷൻ നോക്കി, ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസിഡന്റ് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലി അഡീഷണൽ കണ്ടീഷൻസ് നോക്കണം. അഡീഷണൽ കണ്ടീഷൻസ് 7 ഇയേഴ്സിൽ മിനിമം 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവണം. അതുപോലെ 10 ഇയേഴ്സിൽ മിനിമം 2 ഇയേഴ്സ് എങ്കിലും റെസിഡന്റ് ആയിരുന്നിരിക്കണം. അപ്പൊ ഇത് 2 അഡീഷണൽ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവര് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസ് ആയി മാറും. ഇനി ഇതിൽ ചില എക്സെപ്ഷൻസ് ഉള്ള കേസാണ്. എക്സെപ്ഷൻസ് ഉള്ള കേസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഐദർ ഫോർ പെർമനന്റ് ജോബ്, അതല്ലെങ്കിൽ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് 182 ഡേയ്സ് എന്നുള്ള കണ്ടീഷൻ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. അവർക്ക് മറ്റേ 60 + 365 എന്നുള്ള കണ്ടീഷൻ അപ്ലിക്കബിൾ ആവില്ല. അതിനുശേഷം നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് കൂടെ നോക്കിയിട്ടാണ് അവർ ഏത് ടൈപ്പ് ഓഫ് റെസിഡന്റ് ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഇനി ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഓറിജിൻ വിസിറ്റിംഗ് ഇന്ത്യ ആണെങ്കിൽ ആൻഡ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സസ് ലെസ് ദാൻ 15 lakh. 15 lakhൽ താഴെയാണെങ്കിൽ, നമ്മൾ മേലുള്ളതാണ് എക്സെപ്ഷനിലൊക്കെ വരുന്നത്, താഴെയാണെങ്കിൽ എങ്ങനെയാ ട്രീറ്റ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ആൾക്കാരെ പോലെ, അതായത് ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ, അവരെ പോലെ തന്നെയാണ് ഈ കാറ്റഗറി ആൾക്കാരെയും കണക്കാക്കേണ്ടത്. അപ്പൊ അവർക്കും ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ മാത്രമായിരിക്കും അപ്ലിക്കബിൾ, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. അതിനുശേഷം അഡീഷണൽ കണ്ടീഷൻസ് നോക്കുന്നു. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, ഇല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കമ്മിങ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ, അതുപോലെ ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ 15 lakhs. അങ്ങനെയുള്ളവർക്ക് 2 ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തത് 182 ഡേയ്സ് തന്നെയാണ്. രണ്ടാമത്തത് 60 + 365 എന്നുള്ളതിന് പകരം 120 + 365 ആണ്. അപ്പൊ അവർ ഏത് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മാറുന്നത്. ഇൻ കേസ് അവർ 182 ഡേയ്സ് ഫുൾഫിൽ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ, 182 ഡേയ്സ് ഫുൾഫിൽ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നേരെ അഡീഷണൽ കണ്ടീഷൻസിലേക്ക് വരിക. 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും, ഇല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. അതേസമയം അവർ 182 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷെ 120 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുപോലെ മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ഡേയ്സും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഡീഫോൾട്ട് ആയിട്ട് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. അവർക്ക് അഡീഷണൽ കണ്ടീഷൻസ് നോക്കേണ്ട കാര്യമേ ഇല്ല, കാരണം അവർക്ക് ഈ മോഡിഫൈഡ് കണ്ടീഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അഡീഷണൽ കണ്ടീഷൻസ് നോക്കണ്ട. അല്ലാതെ തന്നെ നമ്മൾ പറയുകയാണ് അവർ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് റെസിഡന്റും അതുപോലെ റെസിഡന്റിന്റെ ക്ലാസിഫിക്കേഷനും നോൺ റെസിഡന്റും. നെക്സ്റ്റ് കാറ്റഗറി ഡീംഡ് റെസിഡന്റ് ആണ്. അപ്പൊ ഡീംഡ് റെസിഡന്റിന് എന്താണ്? ബേസിക് കണ്ടീഷൻസ് നോക്കണ്ട. അതുപോലെ തന്നെ അവർക്ക് നോക്കേണ്ടത് അവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അവരുടെ ടോട്ടൽ ഇൻകം 50 lakhsൽ കൂടുതലായിരിക്കണം, അവർക്ക് വേറെ രാജ്യങ്ങളിൽ ടാക്സ് ഉണ്ടാവാൻ പാടില്ല, ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ബൈ ഡീഫോൾട്ട് RNOR ആണ്. ബൈ ഡീഫോൾട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അവർക്ക് അഡീഷണൽ കണ്ടീഷനോ ഒന്നും നോക്കണ്ട. അവർ ബൈ ഡീഫോൾട്ട് ഡീംഡ് റെസിഡന്റ് ആണോ, അവർ ബൈ ഡീഫോൾട്ട് RNOR ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.